പശ്ചിമ ബംഗാൾ നാം ഇപ്പോൾ കാണുന്നത് പോലെയല്ല. സമ്പന്നമായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു, മഹത്തായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു എന്നൊക്കെ തെളിയിക്കുന്നതാണ് ഈ നിർമ്മിതി. ഞാനിപ്പോൾ ഉള്ളത് പശ്ചിമ ബംഗാളിലെ ഗോറിലാണ്. ഈ നിർമ്മിതി ഇത്തരം ഒരുപാട് വലിയ നിർമ്മിതികൾ, പള്ളികളൊക്കെ ഇവിടെ കാണാം. ഇത് എന്ത് എന്നാണ് നമ്മോട് വിശദീകരിക്കുന്നത് ഫത്താഹ് തങ്ങൾ. നമ്മൾ പശ്ചിമ ബംഗാളിലെ ഇപ്പോൾ നമ്മൾ പശ്ചിമ ബംഗാൾ എന്നൊക്കെ പറയുന്ന സ്ഥലം പഴയ അഖണ്ഡ ഭാരതത്തിൻ്റെ കാലത്ത് ഏകദേശം 1300കളിൽ മുതൽ മുഹമ്മദ് ഗോറിയുടെയും അവരുടെ സൈന്യാധിപനായിരുന്ന ഇഖ്തിയാറുദ്ദീൻ ബഖ്തിയാർ ഖിൽജി എന്ന വ്യക്തി ഇവിടെ വരികയും ഇവിടെ വന്ന് ഇവിടെ ഭരണം പിടിക്കുകയും ചെയ്തു. അതിനുശേഷം നീണ്ട ഏകദേശം 400ഓളം വർഷക്കാലത്തെ മുസ്ലിം സുൽത്തനേറ്റുകളുടെ ഭരണം നടന്ന ഒരു സ്ഥലമാണ്. ഈ ഏരിയയിൽ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ആസാം ഒക്കെ ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിൻ്റെ പല ഭാഗങ്ങളും മ്യാൻമറിലേക്കും നേപ്പാളിലേക്കൊക്കെ വളർന്ന വലിയൊരു രാജഭരണത്തിൻ്റെ തലസ്ഥാന കേന്ദ്രമാണ് ഈ ഭാഗം, ഗോർ എന്ന് പറയുന്ന ഈ സ്ഥലം. ഇവിടെ നിരവധിയായ പള്ളികളും കൊട്ടാരങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു വാൾഡ് സിറ്റി ആയിരുന്നു. വലിയ ഒരു മതിലിനുള്ളിൽ 44ഓളം അടി ഉയരമുള്ള ഒരു മതിലിനുള്ളിൽ നിർമ്മിക്കപ്പെട്ട ഒരു രാജനഗരമായിരുന്നു ഗോർ. അതിൻ്റെ വളരെ ചുരുക്കം അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ബഡാ സോണ മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയിലാണ്. ഇത് ഏകദേശ ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ട് വളരെ ചുരുക്കം ഭാഗം മാത്രമാണ് ഇപ്പോൾ ഒരു കാണാവുന്ന രൂപത്തിൽ ബാക്കിയുള്ളത്. അത്തരത്തിലുള്ള ഒരു പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതുപോലുള്ള ഒരുപാട് നിർമ്മിതികൾ ഇവിടെ നമ്മുടെ പരിസരങ്ങളിലും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പണ്ഡുവ എന്ന് പറയുന്ന മറ്റൊരു കേന്ദ്രത്തിലും, അതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളി അദീന മസ്ജിദ് നിർമ്മിച്ച ഒരു സ്ഥലവും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയും ബാക്കിയുണ്ട്.